എന്റെ പ്രിയപ്പെട്ട ഫുർഫുറി നഗരത്തിലെ ജനങ്ങളെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാതന്ത്ര്യദിനാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളെ എല്ലാവരെയും ഇവിടെ കണ്ടതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുകയാണ് ഫുർഫുറി നഗരത്തിലെ ജനങ്ങൾ ദേശസേവനത്തിനു വേണ്ടി പട്ടാളത്തിൽ ചേരണമെന്ന്. അതിന് താല്പര്യമുള്ള എല്ലാവരും മുമ്പിലേക്ക് വരൂ, വരൂ, കയറി വരൂ. പത്ലു, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളുടെ ആത്മധൈര്യത്തെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നില്ലല്ലോ. മോട്ടു പത്ലു, നിങ്ങൾ എപ്പോഴും ഞങ്ങളെക്കാളും ഒരുപാട് മുന്നിലാണ്. മോട്ടു പത്ലു സിന്ദാബാദ്. ചെല്ല്, ദേശത്തിന്റെ എതിരാളികളെ നിങ്ങൾ നശിപ്പിക്കണം. ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ലെഫ്റ്റ് റൈറ്റ് 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 ലെഫ്റ്റ് റൈറ്റ്. മോട്ടു പത്ലു, സുഖം തന്നെയല്ലേ? നമസ്കാരം സാർ, ഞങ്ങൾക്ക് സുഖാണ്. മോട്ടു പത്ലു, ആ കാണുന്നതാണ് ശത്രുക്കളുടെ ക്യാമ്പ്. അതൊരു കാലത്ത് നമ്മുടെയായിരുന്നു. അവരത് കയ്യേറ്റം ചെയ്ത് പിടിച്ചെടുത്തതാണ്. ഇനി ഇത് ആവർത്തിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. അവര് നമ്മുടെ ഒരു ഇഞ്ച് ഭൂമി പോലും ഇനി കയ്യേറാൻ നമ്മൾ സമ്മതിക്കരുത്. സാർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട സാറേ. പത്ലു, നമ്മളിത് എവിടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്? എന്റെ മനസ്സ് മുഴുവനും ആ ചായക്കട ചേട്ടന്റെ സമൂസയാ പത്ലു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യാണ്. എല്ലാവരും ഇങ്ങനെ സൈന്യത്തിലേക്ക് വരാൻ പേടിച്ച രാജ്യത്തിന്റെ സുരക്ഷ ആര് നോക്കും? നല്ല മണം. എന്റെ മോട്ടു, നീ എവിടേക്കാ പോകുന്നത്? അവിടെ ശത്രുക്കളാണ്. അവിടെ സമൂസയും ഉണ്ട്. നമുക്ക് ബോർഡർ വരെ ചെന്നിട്ട് നല്ല ചൂടുള്ള സമൂസ കഴിക്കാൻ പത്ലു. സമൂസ 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 സമൂസ. ക്ഷമിക്കണം കൂട്ടുകാരെ, ആദ്യം ഞാൻ ഈ സമൂസ കഴിച്ചോട്ടെ, എന്നിട്ട് നമുക്ക് ഹായ് ഹലോ പറയാം. തീർത്തുകളാവനെ, അവൻ ഇത്രയ്ക്ക് അഹങ്കാരമോ? നമ്മുടെ സ്ഥലത്ത് വന്ന് നമ്മുടെ സമോസ എല്ലാം തിന്നു തീർത്തിരിക്കുന്നു. എന്റെ മോട്ടു, വേഗം വാ. നീ സമൂസ കഴിച്ച എന്തൊക്കെയാ ചെയ്യാന്ന് അവർക്ക് അറിയില്ലല്ലോ. ഒന്ന് കാണിച്ചു കൊടുക്ക. ഇതെന്താ എന്താ ഈ സംഭവിക്കുന്നത്? എന്റെ ജീവിതത്തിൽ പല പല മഴ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ മനുഷ്യ മഴ കാണുന്നത് ഇതാ ഇപ്പളാ. കൊള്ളാം മോട്ടു പത്ലു, കൊള്ളാം. നിങ്ങളുടെ സേവനം പ്രശംസനീയമാണ്. കൈവിട്ടു പോയ നമ്മുടെ സ്ഥലം നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നു. യെസ് സർ, അതെ, മോട്ടു പത്ലു നമ്മുടെ അൽഫലീം ആചാരി പോസ്റ്റ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് സർ. യെസ് സർ, അവര് വളരെ മിടുക്കന്മാര് തന്നെയാണ് സർ. ഓക്കെ സർ, ഉടൻ തന്നെ ഞാൻ അവരെ ആ സ്ഥലത്തേക്ക് അയച്ചേക്കാം സർ. യെസ് സർ. മോട്ടു പത്ലു, നമ്മുടെ മറ്റൊരു പോസ്റ്റും ഇതുപോലെ ശത്രുക്കൾ കയ്യേറിയിട്ടുണ്ട്. കുറച്ചുനാൾ മുമ്പാണ് അവരത് പിടിച്ചെടുത്തത്. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം നിങ്ങളെ അവിടെ നിയമിക്കാനാണ്. ചെല്ലു, ചെന്ന പോസ്റ്റ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി തിരിച്ചു പിടിക്കും. ശത്രുക്കൾ അത് ചതിപ്രയോഗത്തിലൂടെ കൈക്കലാക്കിയിരിക്കുകയാണ്. ജയ് ഹിന്ദ് സർ. മോട്ടു പത്ലു റിപ്പോർട്ടിംഗ് ഓൺ ഡ്യൂട്ടി. ജയ് ഹിന്ദ് മോട്ടു പത്ലു. ശരിയായ സമയത്ത് തന്നെയാ വന്നത്. നിങ്ങൾ ചെയ്ത വീരകൃത്യങ്ങളെ കുറിച്ച് ഞാൻ ഇവരോട് പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു. ദൂരെ കാണുന്ന ആ പോസ്റ്റ് കണ്ടില്ലേ? അത് നമ്മുടേതായിരുന്നു. ശത്രുക്കൾ അത് ചതിപ്രയോഗത്തിലൂടെ കൈക്കലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു ഐഡിയ പറഞ്ഞു തരൂ, അതിനെ എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാമെന്ന്. മോട്ടു എന്തെങ്കിലും ഒന്ന് ചെയ്യാ, അല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കും. ഐഡിയ സാറേ, ഞങ്ങൾക്ക് പ്ലാനിങ് തയ്യാറാക്കാൻ കുറച്ച് സമയം വേണം. ആദ്യം ഞങ്ങൾ ആ പോസ്റ്റ് നല്ലോണം ഒന്ന് കാണട്ടെ, പിന്നെ ഞങ്ങൾ പ്ലാൻ തയ്യാറാക്കി സാറെ അറിയിക്കാം. ഓക്കെ ഫോഴ്സ്, മോട്ടു പത്ലുവിനെ കുറച്ചു നേരം നമുക്ക് ശല്യം ചെയ്യാതിരിക്കാം. നീ എന്തായി കാണിച്ചത്? നമുക്ക് എന്ത് പ്ലാൻ ഉണ്ടാക്കാൻ കഴിയും? ഇപ്പൊ സംഭവം മനസ്സിലായില്ലേ? വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. ഇത് നല്ല ബുദ്ധി. പത്ലു, വേഗം വാ, നമുക്ക് അതിലോട്ട് കയറാം. എന്തുപറ്റി? എന്താണ് എല്ലാരും ടെൻഷൻ അടിച്ചിരിക്കുന്നത്? എന്തുപറ്റിന്ന് പറയൂ. സാർ, ഒരു ഇൻഫർമേഷൻ കിട്ടി. മോട്ടുവും പത്ലും അടുത്തുള്ള പോസ്റ്റിൽ എത്തിയിരിക്കുന്നു. അവര് ഭയങ്കരമാരാന്നാ തോന്നുന്നത്. പോരാത്തതിന് ഒടുക്കത്തെ ഇടിയും ഒരു തോക്ക് പോലും ഉപയോഗിക്കാതെ അവന്മാര് നമ്മുടെ പോസ്റ്റ് തിരിച്ചു പിടിച്ചെടുത്തിരിക്കുന്നു. ഞാനും അവരുടെ കാര്യം അറിഞ്ഞിരുന്നു.
പേടിക്കണ്ട, ഇവിടെ നമ്മൾ ഒരു സമോസ ഉണ്ടാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആരും പേടിക്കണ്ട, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. സാറെന്താ ഇങ്ങനെ വേർക്കുന്നേ? വെള്ളം തലേക്കോരി ഒഴിച്ചതുപോലെ വരുന്നുണ്ടല്ലോ. ആഹാ, അവർക്കെല്ലാവർക്കും നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായ. എന്റെ മോട്ടു ഒന്ന് പോയി നോക്ക അവരെന്താ ചെയ്യുന്നേന്ന്. എന്റെ മോട്ടു, നീ എന്ത് പണിയെ കാണിച്ചതൊന്ന് നിർത്ത. ഇതിനെ ഇപ്പൊ എങ്ങനെയാ നിർത്തുക? ഇത് ടാങ്കർ അല്ല, അല്ലാതെ കാറും സ്കൂട്ടറും അല്ലല്ലോ. ആ ടാങ്കും എടുത്തുകൊണ്ട് ശത്രുക്കളുടെ പോസ്റ്റിനടുത്തേക്ക് ആരാണ് പോകുന്നത്? മോട്ടു പത്ലു അല്ലാതെ വേറെ ആളാവാൻ സാധ്യതയില്ല. പക്ഷേ അവർ പോകുന്ന വഴിയിലെല്ലാം കൂറ്റൻ പാറക്കൂട്ടങ്ങളാ. അവിടെ ഈ ടാങ്ക് പോകുകയില്ല. ആരെങ്കിലും ഇതൊന്ന് നിർത്തി തരണേ. ആരെങ്കിലും ഒന്ന് നിർത്ത ഇത്. ഒന്ന് നിർത്ത. രക്ഷിക്കണേ. മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഇവരെന്റെ ടാങ്ക് നശിപ്പിച്ചു കളയുമല്ലോ. ഇങ്ങനെയാണോ ടാങ്ക് ഓടിക്കുന്നത്? കാര്യമായ എന്തോ ഉണ്ട്. അവരുടെ കഴിവെന്താണെന്ന് സാറിന് അറിയാത്തോണ്ടാ. അവരത് എടുത്തോണ്ട് പോകണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണാതിരിക്കില്ല സാർ. ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, അവരെന്തായാലും അത് തിരിച്ചു പിടിച്ചു കൊണ്ടുവരും. പക്ഷേ എന്തോ കുഴപ്പമുണ്ട്. ഇങ്ങനെ എങ്ങനെ ആക്രമിക്കാനാ? ഇംപോസിബിൾ. ഈ പാറകളുടെ മുകളിൽ കൂടെ എങ്ങനെയാണ് ടാങ്കർ ഓടിക്കുന്നത്? ഈ പാറയുടെ മുകളിൽ കൂടെ ടാങ്കർ ഓടിക്കാനേ പറ്റില്ല. ആ ടാങ്ക് പറന്ന് നമ്മുടെ നേരെയാണ് വരുന്നത്. നമുക്ക് രക്ഷപ്പെടാം. ഓടിക്കോ. എന്നെ രക്ഷിക്കടാ, എന്നെ ഇവിടെ കൊണ്ടുപോടാ. വെടിവെക്കരുത്. എന്റെ മോട്ടു, അവന്മാരെല്ലാം ഓടി. ഒരുത്തൻ മാത്രമേ അവിടെ ഉള്ളൂ. അവൻ വെള്ളക്കൊടി കാണിക്ക. നീ ആ കൈയൊന്ന് താഴ്ത്ത്. അവരൊക്കെ ഓടിപ്പോയോ? എന്നിട്ടാണോ ഞാൻ വെറുതെ ഇങ്ങനെ പേടിക്കുന്നത്? അത് നോക്കൂ, മോട്ടു മുകളിലേക്ക് കൈയുയർത്തി സറണ്ടർ ചെയ്തിരിക്കുകയാണ്. അവരൊരിക്കലും സറണ്ടർ ആവുകയില്ല സാർ. ഇത് നോക്ക്, അവർ എക്സർസൈസ് ചെയ്യുകയാണ്. സർ, ഇവരിൽ രണ്ടുപേരിലും എനിക്കെന്തോ കാര്യമായി സംശയം തോന്നുന്നുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ഫൈറ്റ് ചെയ്യുമോ? മോട്ടു പത്ലു, നിങ്ങൾ വളരെ അത്ഭുതകരമായ കാര്യമാണ് ചെയ്തത്. ഈ ടാങ്കറിന് ഇങ്ങനെ ഓടിക്കാൻ നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? ടാങ്കറൊക്കെ ഞങ്ങൾ കൊച്ചുനാൾ മുതലേ ഓടിക്കുന്നതല്ലേ. മോട്ടു പത്ലു, വാ! നിങ്ങൾക്ക് ധീരതയ്ക്കുള്ള അവാർഡ് ഞാൻ വാങ്ങിത്തരും, അതും ഏറ്റവും മികച്ചത്. യെസ്, ഓക്കെ, ഇപ്പം അയച്ചേക്കാം. മോട്ടു പത്ലു, ദൂരെ ഒരു ടവർ കാണുന്നില്ല നിങ്ങള്? കാണുന്നുണ്ട് സാർ. തീവ്രവാദികള് ആ ടവർ കൈക്കലാക്കിയിരിക്കുകയാണ്. മാത്രമല്ല കുറച്ചുപേരെ ബന്ദികളുമാക്കിയിട്ടുണ്ട്. കേട്ടപ്പോ മനസ്സിനൊരു ഭാരം. പോലീസിനോട് പറയായിരുന്നില്ലേ സാർ? അവിടെ പോലീസിനെ അല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും മഹത്തായ 2 കമാൻഡേഴ്സിനെയാണ് ആവശ്യം. അത് മറ്റാരുമല്ല, നിങ്ങൾ രണ്ടുപേരുമാണ്. ഇപ്പൊ നിങ്ങളുടെ പ്ലാൻ പറയൂ. നിങ്ങൾ എങ്ങനെയാണ് ആ ടവർ കീഴടക്കാൻ പോകുന്നതെന്ന് പറയൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി ഒരിക്കലും പ്രവർത്തിക്കില്ല സാർ. ആദ്യം കഴിക്കാൻ വല്ല എന്താ, എന്നിട്ട് ആലോചിക്കാം. വെറും വയറ്റിൽ എന്റെ ബുദ്ധിയും അങ്ങനെ പ്രവർത്തിക്കാറില്ല മോട്ടു. നിങ്ങൾ രണ്ടുപേരും ആ ഹെലികോപ്റ്ററിൽ പോയിരിക്കൂ. ഞാൻ ഇപ്പൊ തന്നെ ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഒളിച്ചേ. എന്റെ മോട്ടു, എന്തിനാപ്പത് സ്റ്റാർട്ട് ചെയ്ത്? വേഗം ഓഫ് ചെയ്യ്. സാറ് കണ്ടാ ദേഷ്യപ്പെടും. ഇതിപ്പോ എങ്ങനെയാ സ്റ്റോപ്പ് ചെയ്യാ? വരൂ, നമുക്ക് പൈലറ്റിനോട് ചോദിക്കാം. അത് ഞാൻ കാണുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യേ. മോട്ടു, നമുക്ക് ഉച്ചത്തിൽ നിലവിളിക്കാം. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും ഇതൊന്ന് താഴെ ഇറക്കണേ. എന്റെ ഹെലികോപ്റ്റർ ആരാ കൊണ്ടുപോയത്? നിങ്ങളുടെ വീരപരാക്രമികളായ മോട്ടു പത്ലു അല്ലാതെ വേറെ ആരാ? ഓ, അപ്പോ അവര് എയർ അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാനുമായിട്ടാണ് പോകുന്നത്. ഗുഡ്, വെരി ഗുഡ്. ആ ഹെലികോപ്റ്റർ ഇങ്ങോട്ടാണ് വരുന്നത്. നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഇവരെ എല്ലാരെയും ഞാൻ വെടിവെച്ച് കളയും. രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഇവര് ഭയങ്കരമാരാണ്, ഓടിക്കോ. മോട്ടു പത്ലു എല്ലാവരെയും രക്ഷിച്ചു. അവരെത്ര നല്ല പൈലറ്റുമാരാണ്. പ്രതിഭയാണ് അവര്, പ്രതിഭാസമാണ് അവര്. ഇപ്പോൾ അവർ ഇങ്ങോട്ടാണ് വരുന്നത്. ഹെലികോപ്റ്റർ അവരുടെ കൺട്രോളിലല്ല. എന്റെ ടാങ്കും അവർ നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങളുടെ ഹെലികോപ്റ്ററും ഇനി നശിപ്പിക്കും. ഓടിക്കോ. മാറി നിൽക്ക്, ഒന്ന് മാറി നിൽക്ക്. ഇവർക്ക് ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നുന്നത്. ഇവരെ ആരെങ്കിലും ഒന്ന് തടയൂ.
തിരിച്ചു വരൂ, എന്റെ ഹെലികോപ്റ്റർ തിരിച്ചു തരൂ. സർ, അവർക്ക് ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയില്ല. ഇനി ഈശ്വരന് മാത്രമേ അവരെ താഴെ ഇറക്കാൻ പറ്റുകയുള്ളൂ. രക്ഷിക്കണേ. ഹെലികോപ്റ്ററിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഹൈക്കമാൻഡിനോട് ഞാൻ എന്ത് സമാധാനം പറയും? ഞാനായിരിക്കും കോടതി കയറേണ്ടത്. രക്ഷിക്കണേ. ആ. സാറേ ഓടിക്കോ ഓടിക്കോ. ഇത് നിർത്താനുള്ള പ്ലാൻ ഒന്ന് പറഞ്ഞതാ വേഗം. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. രക്ഷപ്പെട്ടത് ഭാഗ്യം. രക്ഷപ്പെട്ടതല്ല, ഇപ്പോഴാണ് പെട്ടത്. അങ്ങോട്ട് നോക്ക്. ദേശത്തിന് വേണ്ടി സേവിച്ച് മതിയായി. ഇനി ഫുർഫുറി നഗരത്തെ സേവിക്കാം. ഫുർഫുറി നഗരേ, ഞങ്ങൾ വരുവാണ്. ഓടിക്കോ.